നമസ്കാരം. ഇന്നൊരു സുഹൃത്ത് പറയുകയായിരുന്നു, കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന 2 ആനകളുടെ ചിത്രമുണ്ട്. നമ്മുടെ നാട് 2 ആനകൾക്കിടയിലാണ് എന്ന്. കാട്ടിൽ നിന്ന് കൊലവിളിയുമായി എത്തുന്ന കാട്ടാന, കാട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ചട്ടം വർഷങ്ങളോളം പഠിപ്പിച്ച് നാട്ടിൽ മെരുക്കി വളർത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കാടിൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്ന നാട്ടാന. നഷ്ടപ്പെടുന്നത് രണ്ടിനുമിടയിൽ മനുഷ്യജീവനുകൾ തന്നെയാണ്. കൊയിലാണ്ടിയിൽ ഒരു അമ്പലത്തിലെ ചടങ്ങുകൾക്കിടയിലാണ്, കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കിടയിലാണ് ആനകൾ പരസ്പരം കൊമ്പുകോർക്കുകയും 3 ജീവനുകൾ നഷ്ടപ്പെടുകയും 32 പേർ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്തത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. വന്യജീവി മനുഷ്യ സംഘർഷം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ, അത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുമ്പോൾ പ്രതിഷേധത്തിന്, പ്രതിരോധങ്ങൾക്ക് ഒക്കെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അടക്കം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. നയംമാറ്റമടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ വേണ്ടതാണ്. ആന വേണോ ആളു വേണോ എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളോടൊപ്പം ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ സജി നന്ദ്യാട്ട്, അദ്ദേഹം മൃഗസ്നേഹി കൂടിയാണ്, സിനിമാ പ്രവർത്തകനാണ്. പ്രദീപ് നമ്പൂതിരി ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്. ശ്രീ മഹേഷ്, ആനയുടമ സംഘത്തിൻ്റെ പ്രതിനിധിയാണ്. ശ്രീ പ്രദീപ് നമ്പൂതിരി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ പ്രദീപ് നമ്പൂതിരി, ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദൈവികമായ അന്തരീക്ഷമാണ്, പ്രാർത്ഥനയോടെ നിൽക്കുന്നതാണ്, ഒരു ആപൽസംഖ്യയുമില്ലാതെ നിൽക്കുന്ന ഇടമാണ്. ആചാരങ്ങളുടെ ഭാഗം എന്ന വിശ്വാസം ഏറെ മനുഷ്യർക്കുണ്ടുതാനും. പക്ഷെ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവങ്ങളെ എങ്ങനെയാണ് ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളും ഒക്കെ കാണുന്നത്? ഹലോ, കേൾക്കാമോ? അങ്ങേക്ക് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇങ്ങനെ ഒരു അപകടം എന്തായാലും സംഭവിച്ചു പോയി. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു അമ്പലത്തിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരു ആപൽസംഖ്യയും ഇല്ലാതെ നിൽക്കുന്ന ഇടമാണ്. ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ഒരു ക്ഷേത്രമുറ്റത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുപോലെ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഈ അപകടത്തെക്കുറിച്ച്, ഈ അപകടം സംബന്ധിച്ച് എന്താണ് ക്ഷേത്ര കമ്മിറ്റി കരുതുന്നത്? ഈ അപകടം നടന്നത് എങ്ങനെയാണ് എന്നാണ് അങ്ങേക്ക് പറയാൻ കഴിയുക? ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടടുത്ത് കാണും, ഏകദേശം 6 മണിയോടൊന്ന് താലപ്പൊലിക്കായിട്ട് എഴുന്നള്ളിച്ച 2 ആന, ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ 2 ആനകളാണ് എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നത്. അതിൽ ഞാൻ അവിടുത്തെ മേശാന്തിയാണ്, ഞാൻ തന്നെയാണ് ഭഗവതിനെ എഴുന്നള്ളിച്ചിട്ടുള്ളത്. കൂടാതെ എൻ്റെ ഗുരുനാഥൻ കൂടിയായ ഒരാളും കൂടിയാണ് പരദേവത എന്നെ എഴുന്നള്ളിച്ച് ആനപ്പുറത്തുണ്ടായത്. അപ്പോൾ എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കിഴക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് തിരിഞ്ഞിട്ടേ ഉള്ളൂ, പ്രദക്ഷിണമായിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ തിരിഞ്ഞിട്ടേ ഉള്ളൂ. അന്നപ്പോഴാണ് പരദേവതനെ എഴുന്നള്ളിച്ച പീതാംബരൻ എന്ന പേരുള്ള ഗുരുവായൂർ ദേവസ്ഥയിലെ ആന ഈ ഗൂഗിൾ, ഞാൻ എഴുന്നള്ളിച്ചിരിക്കുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞ ആനേനെ കുത്തുന്നത്. അപ്പോൾ ആ കുത്തിയ സമയത്ത് സംഭവം ശരിക്കും വരച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല, എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പം എൻ്റെ പിറകിൽ 3 പേരുണ്ടായിരുന്നു ആനപ്പുറത്ത്, കൊടാലവട്ടം വെഞ്ചാമരായിട്ട് പിടിച്ചിരിക്കുന്ന ആൾക്കാർ. അവരെയൊന്നും പിന്നെ ഞാൻ കാണുന്നില്ല. പിന്നെയാണ് അവരെല്ലാം കൂടി താഴെ പോയി എന്നറിയുന്നത്. അവർക്കൊന്നും വലിയ പരിക്കുകളൊന്നും ഇല്ലാന്നും. പിന്നെ ഈ ആന കുത്തി അതിൻ്റെ അടുത്തുള്ള സ്റ്റോർ റൂം, അതേപോലെ തടപ്പള്ളിയുടെ ഭാഗത്തുള്ള ആ സ്റ്റോർ റൂം, അതെല്ലാം കൂടി കുത്തിപ്പൊളിച്ച് ആ ഓടും എല്ലാം കൂടെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ കൂടെ കുത്തിപ്പൊളിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ മാത്രം, എൻ്റെ ആനപ്പുറത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റേ ആനപ്പുറത്ത് എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന നാരായണ ശർമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിഭീകരമായ ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. ആനത്തമ്മാമ കൊമ്പ് കോർക്കുകയും അതുപോലെ തന്നെ ഒന്നും മനസ്സിലാവാത്ത, ജീവൻ പോലും നഷ്ടപ്പെടും എന്ന് തോന്നിയ ഒരു അവസ്ഥയായിരുന്നു അത്. അതിഭീകരമായ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ അന്തരീക്ഷം. കാരണം ഞാനിങ്ങനെ ഒരു ആന ഓടിയിട്ടായിട്ടുള്ള ഒരു അറിവ് ഇതൊന്നും ഞാൻ
എനിക്ക് അനുഭവത്തിലായിട്ട് ഉണ്ടായിട്ടില്ല. മുമ്പേ കാലത്ത് വളയനാട് ദേവസ്വം വെച്ചിട്ടൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അനിയന് ആന അപകടം പറ്റിയിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ പറഞ്ഞു കഴിഞ്ഞാൽ ആന പിന്നെ തിരിഞ്ഞോടുകയാണ്. നമ്മൾ കൊമ്പ് കോർക്കുകയും അടുത്തുള്ള ബിൽഡിംഗ് എല്ലാം കുത്തിപ്പൊളിച്ച് അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആന കിഴക്കോട്ട് ഓടുമ്പോഴാണ് ഞാൻ ചാടി ആനപ്പുറത്തുനിന്ന് തൂങ്ങി ഇറങ്ങിയിട്ട് താഴെ വീഴുകയും താഴെ നിന്ന് ഉരുണ്ട് മാറി. ആ ഉരുണ്ട് മാറിയിട്ടില്ലായിരുന്നു. അതിൻ്റെ പിറകെ അതിനെ വീണ്ടും കുത്താൻ വന്നിരിക്കുന്ന ആന. അതെ, അങ്ങ് വീണു പോകുന്നത് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോഴും അതിപ്പോ അങ്ങ് ആണ് ക്ഷേത്ര മേൽശാന്തി ആണെന്നൊന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തൊട്ട് പിന്നാലെ ഒരു ആന വരുന്നുണ്ട്, ഈ മനുഷ്യൻ അപകടത്തിൽപ്പെട്ടു പോകുമോ എന്നൊക്കെയാണ് നമ്മളും ആ സമയത്ത് ആശങ്കയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നത്. അത് അങ്ങ് പറഞ്ഞതുപോലെ ജീവൻ കയ്യിൽ പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അതെ 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 അതെ. ഈ അപകടത്തെ കുറിച്ച് നാട്ടുകാർ പൊതുവെ പറയുന്നത് എന്താണ്? അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ശ്രീ പ്രദീപ് നമ്പൂതിരി അങ്ങയുടെ അനിയൻ ഒരു അപകടം ഉണ്ടായി എന്ന്. ഇപ്പോൾ ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഉണ്ടായി. നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ആചാരത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണോ നാട്ടുകാർ പറയുന്നത്? അല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആന എന്നുള്ള ഒരു വിഷയം ഈ പറയുന്നില്ല. ശരിക്കും വാഹനം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് എഴുന്നള്ളിപ്പിന് വാഹനം ഉപയോഗിക്കാം എന്നുള്ളൊരു നിയമം പറയുന്നുണ്ട്. അതിപ്പോൾ ആന വേണമെന്നൊന്നുമില്ല, രഥാവാം, തേരാവാം. ഇപ്പോഴിറങ്ങിയിരിക്കുന്ന റോബർട്ട് ആന എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഉള്ളതൊക്കെ ആവാം. അങ്ങനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഒരാന ഇത്രയും ചെലവ് വഹിച്ച് കൊണ്ടുവന്നിട്ട് ഇത്രയും ആളെ, ഇതൊരു കാട്ടുജീവിയാണ്, വന്യജീവിയാണ്. അപ്പോൾ ഇതെന്താണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾക്ക് പോലും, താഴത്തിരിക്കുന്ന ഇതിനെ മെരുക്കി കൊണ്ടു നടക്കുന്ന പാപ്പാന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് അനുഭവിച്ചവർക്ക് അതിനെപ്പറ്റിയിട്ട് അറിയാൻ പറ്റും. എനിക്ക് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ശരീരം മൊത്തം ഇളകാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും പെയിനാണ് ദേഹത്ത്. പിന്നെ കാലിന് ചെറിയൊരു വയ്യായിക ഉണ്ട്. പിന്നെ ഇപ്പോഴും ശരിക്കൊരു മൈൻഡ് ശരിയായിട്ട് വന്നിട്ടില്ല. ഒരു ചിരിക്കുക എന്നുള്ളൊരവസ്ഥ, ഭക്ഷണം ഒരു സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരവസ്ഥ ഒന്നും ആവുന്നില്ല. ഈ ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്കൊരു രഥം അല്ലെങ്കിൽ ഒരു തേര് എന്നുള്ളതിലാക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അത്രയും ആളപായങ്ങൾ, അപകടങ്ങൾ വരിക. ഇപ്പോൾ ഒരു നാടാകെ അത്യന്തം ബുദ്ധിമുട്ടി വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ശോകമുഖമായൊരു അന്തരീക്ഷമാണ്. ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയല്ലോ എന്ന് നോക്കിയിട്ട് എന്താ പറയുക, അല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് എനിക്കും. കാരണം ആ ക്ഷേത്രമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും അഭേദ്യമായ ഒരു ബന്ധം ഉള്ളൊരു ക്ഷേത്രവും കൂടിയാണ്. അവിടെയൊക്കെ ഇത് സംഭവിച്ചു പോയപ്പം അത്യധികം ദുഃഖവും അത്യന്തം വേദനയും സത്യത്തിൽ ഉണ്ടായി. ഇതിനു മുമ്പ് അവിടെ നിന്നും ഒരു ആന ഇതേപോലെ ഒരു ആനനെ തട്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് ആൾക്കാർക്കൊന്നും പരിക്ക് പറ്റില്ല. ആനെന്തോ ഓടിപ്പോയൊരവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പം ഇതിങ്ങനെ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഒരവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഒരു ശാന്തിക്കാരനായ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാരെയും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും വേണ്ടി പറയല്ല. ജീവനെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പം എത്ര അധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ളത്. ആ മരിച്ച അവർ രണ്ടുപേര് സ്ഥിരമായിട്ട് മിക്ക ദിവസങ്ങളിൽ അമ്പലത്തിൽ വരുന്ന ആളാണ്. അവരൊക്കെ അമ്പലത്തിൽ എന്ത് കാര്യത്തിനും വന്നിടപെടുന്ന വലിയ ഭക്തന്മാരാണ്. ഞാനുമായിട്ട് അഭേദ്യമായ ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഞാൻ പിന്നീട് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്താണ് ഇവർ മരണപ്പെട്ട വിവരമൊക്കെ അറിയുന്നത്. അത്യന്തം സങ്കടവും വിഷമവും വന്നു പോവുക. എന്തിനാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നതെന്ന് പറയുന്നു. കാരണം വന്യജീവിനെയാണ് മനുഷ്യനൊരു വടീൻ്റെ മുകളിൽ മെരുക്കി നടത്തുന്നത്. അത് എപ്പോൾ തെറ്റും എങ്ങനെ തെറ്റുമെന്നും അറിയാൻ പറ്റില്ല. ഈ ആന ഇളകി കഴിഞ്ഞാൽ ആദ്യം ഓടുന്നത് തന്നെ ഈ പാപ്പാൻ തന്നെയായിരിക്കും. കാരണം പാപ്പാൻ അതിനെ പിടിക്കാൻ കളിക്കുന്നതും തല്ലുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പാപ്പാനെ പിടിച്ച് കിട്ടുന്നില്ല. ആന വാലും ചുരുട്ടി ഓടുന്നതാണ് കാണുന്നത്. ഞാൻ തൂങ്ങിപ്പോയി, രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയില്ല, തിടമ്പ് താഴെ പോയി. പക്ഷേ എന്തോ അവിടുത്തെ ആ ശക്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ, ആ ശക്തി
എനിക്ക് തോന്നുന്നത് വളരെ എന്താ വെച്ചാൽ വളരെ സങ്കടത്തോടുകൂടി പറയാം, ആ ദേവി എന്നെ രക്ഷിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ. കാരണം അത്രയധികം വിഷമമായിപ്പോയി ഈ ഒരു അവസ്ഥ അവിടെ കണ്ടുവല്ലോ. അത്രയും ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. അതിങ്ങനെ അലങ്കോലമായി പോയാലും വല്ലാത്തൊരു സങ്കടമുള്ളൊരു വ്യക്തിയാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രദീപ് നമ്പൂതിരി, അങ്ങ് ആ ഒരു സാഹചര്യത്തിലായിരുന്നു. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, എന്താണ് കൺമുന്നിൽ സംഭവിച്ചത്, എന്താണ് സ്വന്തം സ്നേഹമുള്ളവർക്ക് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തത്. ഞാൻ അങ്ങയിലേക്ക് വരാം, അങ്ങൊന്ന് തുടരണേ. ശ്രീ മഹേഷ്, ഇപ്പോൾ നാട്ടാന പരിപാലന ചട്ടത്തിൽ ലംഘനമുണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഈ അടുത്ത് പടക്കം പൊട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ, പക്ഷെ പടക്കം പൊട്ടിയിട്ടില്ല എന്നുള്ള ചില വാദങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ആനയെ എഴുന്നള്ളിക്കണോ, ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ലേ, ഇത് ആചാരങ്ങളുടെ ഭാഗമാണോ, ആചാരങ്ങളുടെ ഭാഗമല്ലേ തുടങ്ങിയ കാര്യങ്ങൾ പല കോടതി കയറി ഏറ്റവും മുകളിലുള്ള കോടതിയിൽ വരെ എത്തി നിൽക്കുന്ന കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, പൂരക്കാലത്താണെങ്കിൽ, ഉത്സവങ്ങളുടെ കാലത്താണെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അന്വേഷിക്കുന്ന പലരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമത്തിന്റെ വഴിയിൽ പോകുന്ന പലരുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്. 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഇടത്തു നിന്നാണ് നമ്മളിത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആനയുടമ സംഘത്തിന് അതിലൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. ഈ ഒരു ലക്ഷക്കണക്കിന് രൂപ അതിൽ മുടക്കിയിട്ടുണ്ട്. പരിപാലനം അടക്കമുള്ള കാര്യങ്ങൾ, തൊഴിലാളികളടക്കമുള്ളവർ ഒരു മേഖലയിൽ അല്ലെ, ആനപ്പാപ്പാന്മാർ എന്ന് പറയുന്നത് മറ്റു ജോലികൾ ചെയ്ത് വരുന്നവരല്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ കൂടി നിങ്ങൾക്കും പറയാനുണ്ടാകുമല്ലോ. ആദ്യമായി പറയട്ടെ, ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കേൾക്കാം. എനിക്ക് നമുക്ക് പല ഭാഗത്തു നിന്ന് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് ഇതിനെ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ആന ഇടയാനായിട്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി അവിടെ പലതും പറയുന്നുണ്ട്. ഇപ്പം ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാൻ ചാനലുകളിൽ കൂടെയും അതുപോലെ തന്നെ ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ കൂടെയാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് കേട്ടത്, ഇപ്പോൾ അതിനകത്ത് ടി വിയിൽ അതിനകത്ത് എഴുതി കാണിക്കുന്നത്, വനം വകുപ്പ് പറയുന്നത് ആനയുടെ പുറകിൽ കുറേ നേരം പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിലാണ് ആന ഓടിയത് എന്ന് പറയുന്നു. നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം കേട്ട് നമ്മൾ ചാനലുകളിലും അതുപോലെ തന്നെ ഇന്നത്തെ ന്യൂസ് പേപ്പറുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റികൾ അപ്പുറത്തുണ്ട്. അവർ നേരത്തെ മാധു തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ 2 അഭിപ്രായമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാന്നുള്ളത്. അതായത് ഈ ആന ഇടയാൻ കാരണമല്ല എന്ന്, കാരണം പടക്കമല്ല എന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു, അടുത്ത് വെച്ച് പടക്കം പൊട്ടിച്ചു എന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്നറിയുന്നു. ഈ 2 റിപ്പോർട്ടുകളും ഇനി മന്ത്രിക്ക് മുൻപാകെ വരണം, മറ്റു കാര്യങ്ങളിലേക്ക് നയിക്കണം എന്നുള്ളതാണ്. 2 തരത്തിലുള്ള കണ്ടെത്തലുകൾ നിലവിൽ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ്. അപ്പോൾ ആനയുടെ പുറകിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നമ്മുടെ പുറകിലാണെങ്കിലും പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടാൽ നമ്മളാണെങ്കിലും ഒന്ന് മുന്നോട്ട് മാറും, അല്ലെങ്കിൽ പെട്ടെന്ന് ആ സൈഡിൽ നമ്മൾ മാറിപ്പോവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇത് പരിശോധിക്കേണ്ടതാണ്, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. കാരണം ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഈ ആന എഴുന്നള്ളിപ്പ് നിർത്തണം എന്ന് പറയുന്ന വലിയൊരു ലോബി നമ്മുടെ നാട്ടിലുണ്ട്. അവർ കേസുകൾ പോകുന്നു, പല പല കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ആരും തന്നെ ആന എഴുന്നള്ളിപ്പ് വേണം, ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ ആന എഴുന്നള്ളിപ്പ് അപകടരഹിതമായി ഇതിനെ നല്ല രീതിയിൽ കൊണ്ട് നടക്കണം എന്ന് പറയുന്നവർ എനിക്ക് തോന്നുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ ആളുകളാണ്. നല്ലൊരു ശതമാനം ആളുകൾ ഇതിനകത്ത് പല NGOs ഇവിടെ ഉണ്ട്. അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്കറിയാം, പല സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ ശബരിമല തൊട്ട് നമ്മൾ കണ്ടു. അതായത് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ കണ്ണിലേക്ക് അടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ മുഖത്തേക്ക് പോലും നമ്മൾ ടോർച്ച് പെട്ടെന്ന് പ്രകാശിപ്പിക്കണമെങ്കിൽ നമ്മൾ തീർക്കും. ഇത് ആനയുടെ കണ്ണിലേക്ക് നമ്മൾ ലേസർ വെക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ അടുത്ത് കണ്ട പല അപകടങ്ങളിൽ നിന്നും നമുക്ക് നോക്കി വ്യക്തമായിട്ട് മനസ്സിലാവും ആനയുടെ കണ്ണിലേക്ക് ലേസർ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലേസർ അടിക്കുന്ന സമയത്ത് ആന പേടിച്ച് മാറുന്നു, അല്ലെങ്കിൽ ആനയ്ക്ക് വേദന കൊണ്ട് ആന അവിടുന്ന് മാറുന്നു, രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അത് അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു അന്വേഷണം വേണമെന്നുള്ളത്. പിന്നെ പല വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെയൊക്കെ വലിയ ഈ കഴിഞ്ഞ സുപ്രീം കോടതി വിധിക്ക് ശേഷം 3 മീറ്റർ അകലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിക്കാൻ ഇനി ആന പോലും കേരളത്തിൽ കാണില്ല, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക, വലിയൊരു ന്യൂസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പോൾ നമ്മൾ DGPക്ക് കഴിഞ്ഞ മാസം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം. കാരണം ക്ഷേത്രങ്ങളാണ്, അവിടെ ആളുകൾ കൂടുന്ന സ്ഥലമാണ്, ആനയുള്ള സ്ഥലമാണ്, അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ല.
അപ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം അതിനുശേഷം കേരളത്തിൽ ആനകളുടെ ഇടച്ചിൽ കുറച്ച് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വലിയൊരു സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം തന്നെ വേണം. കാരണം അപകടം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. ഹൈക്കോടതിയിൽ നിന്നും വളരെ ദൗർഭാഗ്യകരമായ രീതിയിലുള്ള വിധികളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചിട്ടാണ് ഇന്ന് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ആന എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ അട്ടിമറിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ നമ്മുടെ വരികയും ചെയ്യാം. ശ്രീ മഹേഷ്, ഞാൻ വരാം അങ്ങിലേക്ക്. ശ്രീ സജി നന്ദ്യാട്ട്, കടുത്ത ചൂടാണ്. ഈ ചൂടുകാലത്ത് തന്നെയാണ് നാട്ടിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഉത്സവക്കാലം ആരംഭിക്കുകയും ചെയ്യുന്നത്. ആന പൊതുവെ ഈ പറയുന്ന ഉഷ്ണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ജീവിയാണ്. ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ തന്നെ ഈ പടക്കം പൊട്ടിച്ചതാണ് അല്ല എന്നിങ്ങനെ 2 വാദഗതികളുണ്ട്. കാട്ടാനയുടെ പ്രശ്നം, അത് കേരളം ഏറ്റവും ഗൗരവതരമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് നമ്മൾ ഇണക്കി വളർത്തുന്നു എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഒരു ജീവിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മനുഷ്യജീവൻ നമുക്ക് അവിടെയും ബലി കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നത്. ഇതിന് നിയമ പോരാട്ടം എന്ന് പറയുന്നത് വർഷങ്ങളെടുത്ത് കോടതി കയറി പല കോടതികളിലൂടെ പോവുകയാണ്. അതിനപ്പുറത്തേക്ക് എന്തു ചെയ്യാൻ കഴിയും? മധു, ആദ്യം തന്നെ പറയട്ടെ, ഒരു മൃഗസ്നേഹി എന്ന് എന്നെ അഭിസംബോധന ചെയ്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഭൂമി ഒരു ഗ്രഹമാണ്. ജീവന്റെ മിടുപ്പുള്ള ഈ ഗ്രഹത്തിൽ ലക്ഷോപലക്ഷം ജീവജാലങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഞാൻ മൃഗസ്നേഹിയും മനുഷ്യസ്നേഹിയുമാണ്, ഞാൻ പ്രകൃതി സ്നേഹിയുമാണ്. ഇവിടെ പ്രദീപ് നമ്പൂതിരി പറയുന്ന ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം കുറച്ചുകൂടെ ആത്മീയമായ രംഗത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്താ പറയുക? ആന എഴുന്നള്ളിപ്പ് വ്യക്തിപരമായി നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മാധു പറയുന്നു അത് വന്യജീവിയാണ്, എത്ര ഇണങ്ങിയാലും ഇണങ്ങില്ല എന്ന് മാധുവിൻ്റെ ശബ്ദത്തിൽ എനിക്ക് മനസ്സിലാവുന്നു, ആ ഭാഷ്യം എനിക്ക് മനസ്സിലാവുന്നു. മാധു ആനയെക്കുറിച്ച് ആദ്യം പഠിക്കണം, പരിസ്ഥിതിയെക്കുറിച്ച് ആദ്യം പഠിക്കണം. സാധു പറഞ്ഞു ഞാനൊരു സിനിമാ പ്രവർത്തകനാണ്. സത്യസന്ധമായി ഞാൻ പറയാം, സിനിമ എൻ്റെ പാഷനാണ്. ഞാൻ പരിസ്ഥിതി പുസ്തകങ്ങൾ വായിച്ചു തള്ളിയിട്ടുണ്ട്. അത്യാവശ്യം അറിവിന് ഈ കാര്യത്തിൽ ഓരോ ജീവജാലങ്ങളെ കുറിച്ചുകൊണ്ട്, പ്രകൃതിയെക്കുറിച്ചുകൊണ്ട്. പ്രകൃതിയാണ് സത്യവും ദൈവം ഈശ്വര വിശ്വാസവുമാണല്ലോ. ഈ ആന എന്ന് പറയുന്ന ഈ ജീവി, അതിൻ്റെ കാല് എന്ന് പറയുന്നത്, അതിൻ്റെ തൊലി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ തൊലിയേക്കാൾ കട്ടി കുറഞ്ഞതാണ്. ആദ്യം പഠിച്ചു വെക്കൂ. ചൂടത്ത് കൊണ്ട് നിർത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയാണ് അവിടെ എന്താ കഥന പൊട്ടുന്നത്. ഇപ്പോൾ ആന പരിപാലന ചട്ടം പാലിച്ചില്ല, കോടതിയിൽ കേസ് വരുമെന്ന് കണ്ടപ്പോൾ ഉരുളുക. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഉത്സവത്തിന് ആനയിടഞ്ഞ് 3 ജീവൻ പോയി. കുറെ പേർ ജീവനുമായി മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഒരു പ്രതിഷേധവുമില്ല, ഒരു ഹർത്താലുമില്ല, ഒരു വഴിതടയലുമില്ല. പാവങ്ങൾ മരിച്ചു. ഒരു നിയമങ്ങളും കാറ്റിൽ പറത്തി ഇവ നടത്തിയിട്ട് ഹൈന്ദവ ആചാരപ്രകാരം, ആത്മീയത പ്രകാരം ഇവ ആദരിക്കപ്പെടേണ്ടതാണ് ആനകൾ. അവിടെ മാലപ്പടക്കം പൊട്ടിച്ചെന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ആലപ്പടക്കം നമ്മളാരും പൊട്ടിക്കാത്തവരാ. 100 മീറ്റർ അകലം പാലിക്കണം. പഴയ കാലത്ത് 1400 വർഷമായി അത് ഈ ആചാരം, നമ്മൾ ഈ ആന എഴുന്നള്ളിപ്പ് തുടങ്ങിയ ചരിത്ര സാക്ഷികളായി പറയുന്നത് അങ്ങനെയാണ്. അന്ന് തിടം പേറ്റാനായിരുന്നു ആനകളെ ഉപയോഗിച്ചിരുന്നത്. കാരണം അന്ന് പൊക്കം വേണം, അന്ന് ജനങ്ങൾ കുറവാണ്, അമ്പലത്തിന് വിസ്തൃതി ഉണ്ടായിരുന്നു. ഇന്ന് ജനങ്ങൾ കൂടി, അമ്പലത്തിന് വിസ്തൃതി കുറഞ്ഞു. ആന ചൂട് താങ്ങില്ല. മധു, ആനയെക്കുറിച്ച് ഒന്നും പഠിക്കാതെയാണ് ആൾക്കാർ പല ചാനലിൽ നിന്നും വന്ന് എഴുന്നള്ളിക്കുന്നത് അവരുടെ വിഡിത്തങ്ങൾ. പക്ഷേ അറിയാൻ വയ്യാത്തവർ അത് കേട്ട് വിഴുങ്ങിയിട്ടൊക്കെ പോകും. ഇപ്പൊ ആനകൾ ഇറങ്ങുന്നു കേരളത്തിൽ, മനുഷ്യനെ കൊല്ലുന്നു. ഞാൻ മനുഷ്യനെ കൊല്ലുന്നതിനെതിരാണ്. കാരണം എൻ്റെ സഹജീവിയ മനുഷ്യൻ. മനുഷ്യൻ മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആന കാട്ടിൽ ജീവിക്കട്ടെ, കാട്ടിൽ കൈയേറുന്നവൻ വെളിയിലിറങ്ങട്ടെ, ആനയ്ക്ക് വെള്ളവും ആഹാരം കൊടുക്കട്ടെ. ഇതേക്കുറിച്ചൊന്നും ഇതാരും പറഞ്ഞു കേട്ടില്ലല്ലോ. എത്ര ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്? ആ ജീവന് വിലയില്ലേ? ആ ജീവന് വിലയില്ലേ? അപ്പം മനുഷ്യരുടെ എല്ലാ ജീവജാലങ്ങൾക്കും വിലയും നിലയുമുണ്ട്, വിലയുണ്ട്. ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ മേടിച്ചു. സ്റ്റേ മേടിച്ചാൽ എവിടെയാണിപ്പോൾ? ഈ ആനകളെ എഴുന്നള്ളിക്കുന്ന എന്താണ്? ഭക്തിയുടെ മാർഗമല്ല. ഞങ്ങൾ നടത്തുന്ന വലിയ പരിപാടിയാണ്. ഞാനൊരു ആത്മീയതയ്ക്കും എതിരല്ല, പക്ഷെ ഞങ്ങൾ നടത്തുന്നത് വലിയ സംഭവമാണ്. ഞങ്ങളുടെ ഉത്സവമാണ് വലുത്. ഈ പാവ ആനയെ പൊരുവേലത്തോട് നിർത്തിയിട്ട്
വൈകിട്ട് 4 തൊട്ട് 8 വരെ ആന എഴുന്നള്ളിക്കാനുള്ള നിയമമുണ്ട്. 6 തൊട്ട് 11 വരെയുള്ള നിയമമുണ്ട്. ഈ ചുട്ടുപൊള്ളുന്ന വയലത്ത് മനുഷ്യരെല്ലാം, കേരളത്തിലെ ജനങ്ങളെല്ലാം പ്രബുദ്ധരാണ്, പരിസ്ഥിതി വിശ്വസിക്കുന്നവരാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ മാർച്ച് ഏപ്രിൽ മെയിലെ ചൂട് ഇപ്പം ജനുവരിയിലാക്കി തന്നല്ലോ എല്ലാവരുടെ. അത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടല്ല, കാടില്ലാതാക്കി. കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാതെ മനുഷ്യനെ ഒന്ന് മാധു ഒന്ന് ഓർത്ത് നോക്കിയേ. 70-ല് ഒരു ഫുട്ബോൾ കളിക്കാർ എവിടെ മഞ്ഞിൽ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചു. കുറെ പേര് മരിച്ചു. അവർക്ക് വിശപ്പ് വന്നു, അവർക്ക് ഭ്രാന്തായി, അവർ മനുഷ്യനെ തിന്നു. യാഥാർത്ഥ്യമായി പറയുന്നത് ഇത് ഭ്രാന്തായി മാറും. വിശന്നും വെള്ളം, ഒരു ആന കുടിക്കുന്ന വെള്ളം എത്രയാണെന്നറിയോ മാധുവിന്? 100-നും 500-നും ഇടയ്ക്ക് ലിറ്റർ വെള്ളം കുടിക്കും ഒരു ആന ഒരു ദിവസം. ഇതിനെ കൊണ്ട് പൊരുവേലത്ത് നിർത്തിയിട്ട് ഇവിടെ അദ്ദേഹം പറയുന്നു, എന്താ ആന പരിപാലന സംഘത്തിന് ഒരു വ്യക്തി പറയുകയാണ്, എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ലത്. തങ്ങൾ നടത്തുന്ന ബിസിനസ്സാണ് ഇത്, ബിസിനസ്സാണ്. ഈ ബിസിനസ് എന്താണ്? ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ സജ്ജൻ തേട്ടി, ഇത് നിയമപരമായി സകല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബിസിനസ് അവർ നടത്തുന്നത്. അത് നിയമപരമായി പാടില്ല എന്ന തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് നിയമവ്യവസ്ഥയിലൂടെയാണ് എന്നിരിക്കെയാണ് നമുക്ക് അവരെ ഏകപക്ഷീയമായി കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ നിയമം അനുവദിക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. നിയമം അനുവദിക്കുന്ന ഇടത്തോളം അത് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ പറയുന്ന എല്ലാ വാദങ്ങളും കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത്. ഒരൊറ്റ നിമിഷം ശ്രീ റെജി ലൂക്കോസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുൻപ് ഈ പരാതി കോടതി ഒരൊറ്റ മിനിറ്റ് സജിത, ഞാൻ വരാം. ഒരു നിമിഷം ഞാൻ വരാം. ഞാൻ അങ്ങ് പറയുന്നത് മുഴുവനും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ. ഇതിൽ ഈ പറയുന്ന ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരാളല്ല ഞാൻ എല്ലാവരോടും അവർക്ക് പറയാനുള്ള വാദങ്ങളാണ് കേൾക്കുന്നത്. ഒരു നിമിഷം, ഈ വിഷയം കോടതിയിലേക്ക് പരാതിയുമായി കൊണ്ടുപോയ ശ്രീ ജയചന്ദ്രൻ, അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അതിനുശേഷം ശ്രീ റെജി ലൂക്കോസ് ഞാൻ അങ്ങയിലേക്ക് വരികയും ചെയ്യാം. ശ്രീ ജയചന്ദ്രൻ, ഈ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് അങ്ങ്. ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായ മാനദണ്ഡങ്ങൾ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ മാനദണ്ഡങ്ങൾ പലപ്പോഴും ഈ ആചാരങ്ങളുടെ പരിസരങ്ങളിൽ സാധ്യമല്ല എന്ന എതിർവാദമാണ് അതിനെതിരെ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത്. ജീവൻ തുടർച്ചയായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിനിടയിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്പുറത്തും ഇപ്പുറത്തും ബുദ്ധിമുട്ടില്ലാതെ കാണേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നത് എത്രത്തോളം സാധ്യമാണ്? അതിനുള്ള സാധ്യതകൾ എന്താണെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ശ്രീ ജയേന്ദ്രൻ, കേൾക്കാമോ? ഓക്കെ, ഒരൊറ്റ നിമിഷം, അങ്ങയിലേക്ക് വരാം. ടെലിഫോൺ ലൈൻ കട്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇതിലിപ്പോ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? കേസെടുക്കും എന്ന് വനം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എഴുന്നള്ളത്തിൽ ഇത്രയും ആളുകൾ ചേരുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജീവനഷ്ടം ഉണ്ടായിട്ടുണ്ട്, കേസെടുക്കുമെന്ന് വനം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ശ്രീ സജിതായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിയമപരമായ കാര്യങ്ങൾ ഇതിൽ ഈ പടക്കം പൊട്ടിച്ചു എന്നൊരൊറ്റ കാര്യം മാത്രമാണ് ഒരു വകുപ്പ് കണ്ടെത്തിയിരിക്കുന്ന നിയമലംഘനം. നിയമപരമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് കേസെടുക്കുക എന്നതിലേക്ക് എത്തി നിൽക്കുന്നത്. എത്ര കാലമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പല വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അതിനിടയിലും തുടർച്ചയായി എല്ലാ ആഘോഷങ്ങളുടെ സമയത്തും ഇതിൽ ഒന്നെങ്കിൽ സ്റ്റേ അല്ലെങ്കിൽ പ്രത്യേക അനുമതി നേടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിനൊരു പരിഹാരം എന്താണ്? സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? അതിന് മറുപടി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാന് 2000-ൽ 60ഓളം എപ്പിസോഡുകൾ ചിത്രീകരിച്ച, സമഗ്രമായ ആനയുടെ ജീവിതത്തെ കുറിച്ച് ചിത്രീകരിച്ച പിന്നെ ഒരു സീരിയലായിരുന്നു ആനക്കാര്യം. അത് കാണാത്ത മലയാളികൾ അക്കാലത്തിൽ അത് കൈകളിലാണ് വന്നത്. അതെന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതും പൂർണ്ണ സമയം സഹകരിച്ചത്, റിസർച്ച് നടത്തിയതും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളൊപ്പം സൗത്തിന് മുഴുവൻ സഞ്ചരിച്ച ഒരാളാണ് സാക്ഷാൽ ഡോക്ടർ KC പണിക്കർ. ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ ആനയെ കുറിച്ച് അറിയാവുന്ന, ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ഈ ആനകളെ കുറിച്ച് വളരെ വ്യക്തമായൊരു ബോധ്യം ആ 1.5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത് അതിതാണ്. ആന എന്ന് പറയുന്ന ജീവി പൂർണ്ണമായിട്ടും വനത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിയാണ്, പരിപൂർണമായിട്ടും. അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ ഈ ചട്ടം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതിനെ ക്രൂരമായി മർദ്ദിപ്പിച്ച് മനുഷ്യന്റെ അടിമയാക്കി ഭയപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ പരിപാടി ഏറ്റവും അപരിഷ്കൃതമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ വന്യജീവികളിലെ ഏറ്റവും ഭയമുള്ള ജീവി ആനയാണ്. ആനയ്ക്ക് ശബ്ദം, ചെറിയ ശബ്ദം കേട്ടാൽ പോലും ആന ഭയക്കും. ആ പാവ ജീവിയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് ഈ വലിയ ശബ്ദമുള്ള പടക്കങ്ങൾ, അമട്ടുകളെല്ലാം പൊട്ടിച്ച്
അതുപോലെ തന്നെ ഇതിന്റെ ശരീരത്തിന് മുകളിൽ നമ്മൾ ഒരു ആന ഭീമാകാരനായ ജീവിയാണ്, ആന തടി വലിക്കുന്നില്ല ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത 4-5 മനുഷ്യരെ ഇതിന് മുകളിൽ കയറ്റിയിരുത്തി ഈ തിടമ്പ് കയറ്റിക്കൊണ്ട് ഇതിനെ നടത്തുന്ന ആ ജീവിയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ഒന്നുകൂടെ പറയാം, അതിന് ജൈവികമായിട്ടുള്ള അവകാശങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ അഴകാണ്, കൊമ്പനാണ്, 6 അടി 7 അടി പൊക്കമുണ്ട്, വളഞ്ഞ തുമ്പി നിലത്ത് മുട്ടാത്ത ക്ഷമിക്കണം വളഞ്ഞ തുമ്പിക്ക് നിലത്ത് മുട്ടാത്ത തുമ്പി എന്നൊക്കെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞ് ആസ്വദിക്കും. ആ ജീവിയെ കുറിച്ച് ആരും പരിഗണിക്കുന്നില്ല. അതാണ് എന്റെ വസ്തുത. ഇനി ഞാനെന്ന് ചോദിക്കട്ടെ, കാട്ടിലെ വേറെ ഏതെങ്കിലും മൃഗത്തെ ഇതുപോലെ ചട്ടം പിടിപ്പിച്ച് പുറത്തു കൊണ്ടുപോയി മനുഷ്യന്റെ അടിമയാക്കുന്നുണ്ടോ? കടുവയെ പിടിച്ചോണ്ടത് ചെയ്യോ? പുലിയെ പിടിച്ചോണ്ടത് ചെയ്യോ? ശരിയാണ് ശ്രീ റെജിലൂക്കോസ്, ഈ കാര്യങ്ങൾ തന്നെയാണ് ശ്രീ സജിനന്ദയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങേക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് പരിഹാരം എന്താണ്? പരിഹാരം കാണേണ്ടത് എങ്ങനെയാണ്? ഒരു സർക്കാർ ഇത് പരിഹരിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ പല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അത് ഗവൺമെന്റ് ഊച്ചൂരും കെട്ടിട്ടുണ്ട്. അത് മതി കേരള പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരണം. ശ്രമിക്കേണ്ടതാരാ? ഈ ജീവിയോടുള്ള പരിഗണന അർപ്പിച്ചുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ മാധു, കേരളത്തിനോട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആനക്കൂട്ടങ്ങളെ കാണാൻ പറ്റുമോ? 1-2 ആനകൾ വല്ല ക്ഷേത്രത്തിൽ അപൂർവമായിട്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനസന്ധ്യ ഉള്ളവരാണെന്നറിയാം ബീഹാറിലാണ്. ആ ബീഹാറിൽ ഒരു ക്ഷേത്രത്തിലും മറ്റേതെങ്കിലും മതത്തിന്റെ ആചാരശാലകളിൽ ഒന്നും നിങ്ങൾക്ക് ആനയെ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നൊരുത്തരും ഒറ്റയടിക്ക് സർക്കാർ പറയും ആന എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വലിയ കലാപം ഉണ്ടാവും. കാരണം ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ആകർഷണം ആനയാണ്. ഒന്ന് ചെനക്കത്തൂർ പൂരം, പട്ടാമ്പി ജാഥ 100 ആനകൾ പങ്കെടുത്തത്. ഞാനതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ആറാട്ടുപുഴ പൂരം, ഇങ്ങനെയുള്ള പൂരങ്ങളിൽ നമ്മൾ വ്യാപകമായി നടക്കുന്ന ഉത്സവങ്ങളിൽ ഇപ്പൊ ക്രിസ്ത്യൻ പള്ളിയിൽ പെരുന്നാൾ കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പട്ടാമ്പി ജാഥ എന്ന് പറഞ്ഞൊരു മുസ്ലിം ഒരു എന്താ ഉസ്താദിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാ. അതൊക്കെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പ്രശ്നങ്ങളാവും. പക്ഷെ അതിന് ചെയ്യേണ്ടത് എന്താണ്? സമഗ്രമായി നമ്മുടെ കോടതി പറയുന്ന നിയമങ്ങൾ പാലിക്കണം. കാരണം ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആനയുടെ സ്വഭാവം അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്കറിയാം, ആനയുടെ പുറകിലൂടെ ആനയെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന്. കാരണം അത് പെട്ടെന്ന് ഭയക്കും. അതിന്റെ ചെവിയുടെ പുറകിലേക്ക് അതിന് കാഴ്ചശക്തിയില്ല. മറ്റൊരു കാര്യം പറയാം, ആനയ്ക്ക് 6 അടിയിൽ കൂടുതൽ അപ്പുറത്തേക്ക് കാഴ്ചശക്തിയില്ല. ആ വന്യജീവിനെ പിന്നെ വേറൊന്ന് ഏറ്റവും ഭീകരമായ താണ്ഡവമൊന്നുമല്ല. ഈ ജീവിയുടെ കാൽഭാഗത്തിന്റെ അടി മനുഷ്യന്റെ കാൽഭാഗത്തിന്റെ അടിഭാഗത്തേക്കാളും വളരെ സോഫ്റ്റാ. അതിനെ ഈ ചൂടത്തും വെയിലത്തും കൊണ്ട് നിർത്തി ഈ മനുഷ്യന്റെ സകല കലാപരിപാടികളും നടത്തി അതിനെ അടി കൊടുത്ത് അതിനോട് ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണ്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ ഈ ഉത്സവ കമ്മിറ്റിക്കാരും ഈ പെരുന്നാൾ കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകളെല്ലാം കൂടി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അറ്റ്ലീസ്റ്റ് അതിലൊന്ന് പാലിക്കാൻ ശ്രമിക്കണം. ഇനി മറ്റൊരു പ്രത്യേകത, കേരളം വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ആനയെ ഞങ്ങൾ പരിപാലിക്കുന്നു, അതിന് നല്ല ആനയൂട്ട് നടത്തുന്നു, അതിന് പോഷകാഹാരം കൊടുക്കുന്നു. നിങ്ങൾ ഈ പറയുന്നവരൊന്നുമല്ല. അത് വനത്തിൽ തന്നെ ജീവിക്കേണ്ട ഒരു ജീവിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ആന അടങ്ങത്തില്ല. ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ആന ഇതുപോലെ എഴുന്നേറ്റ് നടക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ? കാരണം ലോകത്തിലെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏറ്റവും ഭയമുള്ള ജീവി ആനയാ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല. നിങ്ങൾ പുറയിലൂടെ ആനയുടെ മുമ്പിലേക്ക് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിഷയങ്ങളും വാദഗതികളും ഒക്കെ നമ്മൾ ചർച്ചയ്ക്ക് പലതവണ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിലൊരു സമന്വയത്തിനോ സമവായത്തിനോ സാധ്യതയില്ല നമ്മുടെ മുന്നിൽ പ്രായോഗികമായി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ശ്രീ വിജയരാഘവൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ജയചന്ദ്രൻ, ഇപ്പോ കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ ഭാവി എന്താണ് എന്നാണ് അങ്ങ് കരുതുന്നത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ശ്രീ മഹേഷ് പറയുകയായിരുന്നു, ഹൈക്കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില തിരിച്ചടികൾ ഉണ്ടായതിന്റെ പേരിലാണ് സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഭാവി എന്താണ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? നിയമപരമായ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? നിയമപരമായിട്ട് പരിഹാരം ഉണ്ടായേ പറ്റൂ. 2, സുപ്രീം കോടതിയിൽ നമ്മുടെ ഭരണകൂടങ്ങളുടെയൊക്കെ നിലപാടുണ്ടായിരുന്നു ആ കേസിൽ. ഇത് മതപരമായ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് നിർത്തണം. കാരണം ഇത് മതപരമായ ആചാരമൊന്നുമല്ല. ആന മതപരമായ ആചാരമാണെന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? മതപരമായ ആചാരമൊന്നുമില്ല. ഇത് തുടർന്ന് വരുന്ന അനാചാരത്തിന്റെ ഭാഗം മാത്രമാണ്, അല്ലാതെ ഇത് ആചാരമൊന്നുമല്ല. അപ്പൊ ഈ അനാചാരങ്ങളെ നമുക്ക് ഇപ്പൊ പണ്ട് സതി നിർത്തിയപ്പോഴും ഇതേപോലെ കുറെ പേരുണ്ടായിരുന്നു. സതി നിർത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കിയവര്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാറ്റുന്ന സമയത്തും കുറേയധികം ആചാര്യന്മാര് രംഗത്തിറങ്ങി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ആചാരമാണെന്ന്. അതേപോലെ തന്നെയുള്ള ഒരു ആചാരമുള്ള ഒരു വന്യജീവിയെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെതായ ഒരു ജീവിത സാഹചര്യവും ഒരുക്കുന്നത്. ഭക്ഷണം പോലും അതിന്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടതല്ല. നമുക്ക് എവിടെയാ പനിയോജനത്തിൽ നിന്ന് ജീവിക്കുന്ന ആന എവിടെയാ കാട്ടിലുള്ളത്? ആന പനിയോജനത്തിൽ നിന്നല്ല കാട്ടി ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ പറമ്പുകുളം പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഒരു ദിവസം 120 തരം പച്ചരകളും
അതേപോലെയുള്ള കാര്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ടാണ് ആന ജീവിക്കുന്നത്. യഥേഷ്ടം നടന്ന് ആനയ്ക്ക് പറയുന്ന പോലെ അതിന്റെ ദഹനം ഒരിക്കലും പൂർണ്ണമല്ല. അപ്പൊ അതനുസരിച്ച് അതിന് ഭക്ഷണം വേണം, കൂടുതൽ ഭക്ഷണം വേണം. ഞാൻ അതിന്റെ ആ സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. ഇത് ആചാരമാണ് എന്ന് സർക്കാരെങ്കിലും ഒന്ന് നിർത്തണം, പറയണമെന്ന് നിർത്തണം. ഇത് അനാചാരമാണെന്ന് സർക്കാർ ആദ്യം തയ്യാറാവും. ശരി, വളരെയധികം നന്ദി ശ്രീ ജയേന്ദ്രൻ. അങ്ങയുടെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നവും കൂടിയുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമ പോരാട്ടത്തിന് പോവുകയും അതിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പ്രദീപ് നമ്പൂതിരി, ഇപ്പോൾ അങ്ങ് നേരത്തെ വളരെ വ്യക്തിപരമായ കുറച്ച് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അങ്ങയുടെ അറിവനുസരിച്ച് ഈ പറയുന്ന ആഘോഷങ്ങൾക്ക് തിടമ്പെഴുന്നള്ളത്തിന് ഒരു മൃഗം തന്നെ വേണമെന്നില്ല, ആന വേണമെന്നില്ല എന്ന് അങ്ങ് തുറന്ന് പറയുകയും ചെയ്തു. നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടടക്കം പറയുന്നതാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ നാടാണ്, പലതരം അഭിപ്രായങ്ങൾ, എന്തു കാര്യത്തിലും പലതരം അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ആന എഴുന്നള്ളത്ത് വേണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില അമ്പലങ്ങളും പരിസരങ്ങളും ഒക്കെയുണ്ട്. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നാൽ അതിനൊരു സ്വീകാര്യതയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം എന്ത് പറഞ്ഞാലും നമുക്ക് രണ്ടഭിപ്രായമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ജീവന് അപായമുണ്ടാവുന്ന രൂപത്തിലുള്ള ഈ ഒരവസ്ഥയ്ക്ക് നമ്മൾ തന്നെ വിചാരിച്ചാൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അത്രയധികം അപായങ്ങളാണ്, ആളപായങ്ങളാണ് നമുക്കിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആനയടഞ്ഞ ഈ ഉത്സവകാലമായി കഴിഞ്ഞാൽ ഭയം വരിക, എന്താ ഇപ്പോൾ സംഭവിക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ പറയുക ചിലപ്പോൾ ചെറുപ്പക്കാരെ പറ്റി പറയാ വെച്ചാൽ ഇപ്പം കുട്ടികളൊക്കെ ആന പുറത്ത് കയറാൻ താല്പര്യമുള്ള ആളൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇതുകൊണ്ടുണ്ടാവുന്ന ഒരവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഇതിനൊരു പരിഹാരം ഇപ്പം എന്തു പറഞ്ഞാൽ ഇപ്പം വന്യജീവിയായ ആന അത് നാട്ടിൽ ഇതിനെ കൊണ്ട് നടക്കുന്നു, ഒരു വടിയുമിൽ കൊണ്ട് നടക്കുക. അപ്പം ഇതിനെ എപ്പോഴും ചൂടും അതുപോലെ പറയുകയാണെങ്കിൽ സാധു ജീവിയാണ് ആന എന്ന് പറയുന്നത് കേൾക്കുക. അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആന സാധു ജീവിയാണെന്ന്. പക്ഷേ ഇതിൻ്റെ ആ ആകാര ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടുത്തുന്ന രസം, കാണാൻ ഭംഗിയുണ്ട്. അപ്പം എഴുന്നള്ളിപ്പ് തന്നെയാണെങ്കിലും ഈ എഴുന്നള്ളിപ്പിൽ ഏത് മൂർത്തിനെയാണോ എഴുന്നള്ളിച്ച് അതിനെയല്ല ആരും ശ്രദ്ധിക്കുക. ഈ ആനേൻ്റെ ആകാര ഭംഗി, ആനേൻ്റെ സൗന്ദര്യവും ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആനേനെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പം ഉദ്ദേശം നമ്മുടെ എന്താണോ ആ ദേവനെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ ആ ദേവനെയാണ് നമ്മൾ തൊഴുക, നമസ്കരിക്കുക എന്നുള്ളതൊക്കെ കാണുന്നത്. പക്ഷേ അത് ഈ ആനേനെ നോക്കി തൊഴുക. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം തന്നെയാണ് ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ശരി, അങ്ങ് അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മരണം മുന്നിൽ കണ്ടൊരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറയേണ്ടതുമാണ്. നമ്മൾ അങ്ങനെ വേണം അതിനെ കാണുകയും ചെയ്യേണ്ടത്. ശ്രീ മഹേഷ്, ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഇണക്കി വളർത്തുന്നു എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എനിക്കത് ഇണക്കി വളർത്തുകയല്ല, മെരുക്കി വളർത്തുകയാണ് എന്ന് പേടിപ്പിച്ച്, ഭയപ്പെടുത്തി, വേദനിപ്പിച്ച്, ചട്ടം പഠിപ്പിച്ച് ഒക്കെയാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ജീവിയെ അല്ലേ മെരുക്കി വളർത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ സ്വന്തം അധീനതയിലാണ് ഞാനൊരു കോല് വെക്കുന്നിടത്ത് അതവിടെ നിൽക്കും എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആനച്ചോറ് കൊലച്ചോറാണ് എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഉണ്ടു നടക്കുമ്പോഴും അവനവൻ്റെ ജീവൻ പോലും പലപ്പോഴും പലർക്കും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അത് പണം കൊടുത്താൽ തിരികെ കിട്ടുന്ന ഒന്നല്ല. നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമായിരിക്കും, കുടുംബത്തിന് താങ്ങാവാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ ഇപ്പോൾ ഈ നിയമം കർശനമാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിയാണ്, നിങ്ങൾ ഇതിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിലവിലുള്ള ലൈസൻസുകൾ അങ്ങനെ നിർത്തിക്കൊണ്ട് ഇനി ഇത്തരത്തിൽ പുതിയ ലൈസൻസുകൾ കൊടുക്കുന്നതിനൊരു റെസ്ട്രിക്ഷൻ വരുത്തുക എന്നാണ് എങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അതിൽ എതിർപ്പുണ്ടാകുമോ? ആദ്യമായി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇത് ആന, അദ്ദേഹം പറഞ്ഞത്, പ്രദീപ് തിരുമേനി നമ്പൂതിരി പറഞ്ഞത് ആന എഴുന്നള്ളിപ്പ് ആചാരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ ജയചന്ദ്രനും വന്ന് പറഞ്ഞത് ഇത് വേറെ എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം
ഞാൻ എന്താ പറയുക, പ്രദീപ് നമ്പൂതിരിയെക്കുറിച്ച്, മേൽശാന്തിയെക്കുറിച്ച് ഞാനൊന്നും ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം അത്രയും എന്താ പറയുക ഭയത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഇനി വീണ്ടും അതൊന്നും പറയാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ജയചന്ദ്രനൊക്കെ മനസ്സിലാക്കേണ്ടത്, അതായത് ആന എഴുന്നള്ളിപ്പ് കേരളത്തിൽ നടക്കുന്നത് ഒരു ആചാരത്തിൻ്റെ പേരിൽ തന്നെയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദങ്ങളിൽ എവിടെയും ആനയെ എഴുന്നള്ളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. വേദങ്ങളിൽ പറഞ്ഞിട്ട് കാണില്ല. ക്ഷേത്രം എവിടെയാണ്? തന്ത്രമാണ് ക്ഷേത്രം. അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പഠിക്കൂ. അപ്പോൾ നമുക്കറിയാം ഒരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ തന്നെ അതിനകത്ത് അഷ്ടദിഗ്ഗജങ്ങളെ സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു ക്ഷേത്ര സങ്കല്പം പോകുന്നത്. അത് ക്ഷേത്രത്തിനുള്ളിൽ പോയി നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. നോക്കൂ, നമ്മൾ ഇപ്പോ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച, ഒരു ടെലിവിഷൻ ചർച്ചയിൽ നടത്തിയിട്ട് കാര്യമില്ല. അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് തൽക്കാലം പോവേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ രണ്ടുപേരോടും അത് പറയുകയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ശങ്കരാചാര്യരുടെ സൂക്തങ്ങൾ തൊട്ട് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലാണ്ട് നിങ്ങൾ മൃഗസ്നേഹം പറയുന്ന ആളുകൾ, ഞാൻ മറ്റൊന്നും ചോദിച്ചോട്ടെ, ഈ മൃഗസ്നേഹം പറയുന്ന ആളുകൾ കഴിഞ്ഞ 14 വർഷം കൊണ്ട് 25 പേരോളം മരിച്ചു കഴിഞ്ഞു കാട്ടുന്ന ആനകൾ ഇറങ്ങി വന്നിട്ട്. അവർ പറയുന്നത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാണ്? അവിടെ അവർക്ക് ഭക്ഷണം കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കടന്നു നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അതിനുള്ള പ്രതിവിധി എന്താണ് അവർ ചെയ്യേണ്ടത്? ഇതാരെ പറയുന്നത് ആരാണെന്ന് എനിക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയൂ, അവിടെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലായിരിക്കും അക്രമമില്ല. തമിഴ്നാട്ടിലെങ്ങാനും കാട് കയറിയ ഗുണ്ടയ്ക്കൊരുണ്ട സ്കീമിൽ പെടുത്തും. തമിഴ്നാട്ടിൽ ആരും കാട് കയ്യേറില്ല, ഗുണ്ടയ്ക്കൊരുണ്ട സ്കീമിൽ പെടുത്തും അവര്. ഇവിടെ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. ഇവിടെ കാട്ടിൽ ജീവിക്കണം, ഇത് വെറുതെ വന്നിരുന്നിട്ട് ഇതിനകത്ത് നിങ്ങളൊരു കാര്യം, അദ്ദേഹം പറയുന്നത് 500 ലിറ്റർ വെള്ളം വേണം, ഇതാരും കൊടുക്കുന്നില്ല. വെറുതെ എന്തെങ്കിലും വന്നിരുന്ന് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് വിളിച്ച് പറയില്ലേ? നിങ്ങൾ ഒരു ആനോടമസ്ഥന്മാരുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കും ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണോ വെള്ളം കൊടുക്കാനായിട്ടാണോ? അതല്ലാണ്ട് നിങ്ങൾ ഒരു അവസരം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അത് അവസരത്തിനുള്ളിൽ എന്തും വിളിച്ച് പറയാമെന്ന് കരുതിയിട്ട് ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയരുത്. നിങ്ങളുടെ സിനിമാ മേഖലയിലാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം വളരെ സുതാര്യമായിട്ടാണല്ലോ നടക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഈ മേഖലയിൽ എത്രയോ കേസുകളുണ്ട്. അതൊന്നും ഇടപെടാതെ വെറുതെ ഇതിനകത്ത് വന്നിട്ട് പരിസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വായിക്ക് തോന്നിയത് മുഴുവൻ വിളിച്ച് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് തെറ്റാണ്. നിങ്ങൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കും. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോവേണ്ടതില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളിലെല്ലാം പല വാദങ്ങളുണ്ട്. അതിനെ അങ്ങനെ തന്നെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആകെ കഴിയുന്നത് ഒരു നിയമപരമായ ഇടപെടലാണ്. അതാവുമ്പോ ആർക്കും തർക്കങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, നമ്മൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ല. ഇത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സാധ്യതകൾ അന്വേഷിക്കുക, ചെയ്യാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിനകത്ത് ഇതേപോലുള്ള ആളുകളാണ് പുറത്ത് നിന്നിട്ട് ഈ കാര്യങ്ങളിലെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് വളരെ വ്യക്തമായിട്ട് അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്ന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം. കിട്ടുന്ന ഒരു അവസരത്തിൽ എല്ലാം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നില്ല, ആനയുടെ കാലിന് വെള്ളം വെക്കുന്നില്ല, ഇതൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും കാണാതെ വെറുതെ വന്നിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് സാർ. ഒരു നിമിഷം. അല്ല, ഇങ്ങനെ തർക്കിച്ച് പോകാൻ കഴിയില്ല. നമുക്ക് പലതരം അഭിപ്രായങ്ങളുണ്ട്. അത് രേഖപ്പെടുത്താനുള്ള ഇടം തന്നെയാണിത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി തീരാൻ പറ്റുന്ന ഒന്നല്ല. നോക്കൂ, ചോദ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടോ വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഈ ചർച്ച ഇങ്ങനെ കുറച്ചുകൂടി നമ്മുടെ ഒരു വാദങ്ങൾ മുന്നോട്ട് വെച്ച്, ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. അത് ഈ ഒരു വിഷയമായതുകൊണ്ടും ഇതിൽ കുറച്ചുകൂടി കൃത്യമായ നിലപാടുകൾ മറുപടി പറയണ്ടേ? അങ്ങയുടെ സമയമാണ്, അതിനു വേണ്ടിയാണ് അങ്ങയെ വിളിക്കുകയും ചെയ്തത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണ് ശ്രീ മഹേഷ്? ഞാൻ രണ്ടുപേരോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണ്, ശരിയാണ് ഇത്രയധികം പണം അതിൽ മുടക്കിയിരിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ശരി, അതവിടെ അവസാനിപ്പിക്കൂ. നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇനിയെങ്കിലും കുറച്ചുകൂടി, അതായത് ഇനി ആളുകൾക്ക് പുതിയ ലൈസൻസ് കൊടുക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു കുറച്ചുകൂടി കർശനമായ മാനദണ്ഡം വെക്കുക എന്ന നിലയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്.
അല്ലെ കേരളത്തിൽ ആനകൾ വേണം എന്നുള്ളത്, ഉത്സവങ്ങൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് മാധുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താ? നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞത് മാധു എന്ന് പറയുന്ന മാധുവിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ആനയെ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാധുവിനുണ്ടോ? ശ്രീ മഹേഷ്, ഞാൻ ഇവിടെ ആന വേണ്ട ആന ഞങ്ങൾക്ക് അങ്ങനെ കാഴ്ചപ്പാടില്ല. ഞങ്ങൾക്ക് ആനകൾ വേണം, ഈ ഉത്സവങ്ങൾ നടക്കണം, ആചാരങ്ങൾ നടക്കണം. ഇതിലങ്ങനെ അഭിപ്രായം അടിച്ചേൽപ്പിച്ച് പ്രശ്നമുണ്ടാക്കി ആന വേണ്ടെന്ന് മാതൃഭൂമി, ആള് വേണ്ടെന്ന് മാതൃഭൂമി, ഇങ്ങനെയൊന്നും പറഞ്ഞു നമ്മുടെ ഒരു അജണ്ട വർക്കൗട്ട് ചെയ്യേണ്ട സ്ഥലമോ വിഷയമോ അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ വളരെ, അതായത് ആരെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ആന വേണോ ആള് വേണോ എന്നുള്ളതാണ് ആ ചോദ്യം. അതിനകത്ത് ഒരു ചോദ്യം കിടക്കുകയാണ്. ആന വേണോ ആള് വേണോ? ഞങ്ങൾ പറയുന്നു രണ്ടും വേണം. ആള് വേണമോ എന്ന് നിയമവും സർക്കാരും തീരുമാനിക്കട്ടെ. രണ്ട് വാദങ്ങളുണ്ടല്ലോ ഇതിൽ. ആ രണ്ട് വാദങ്ങളുമാണ് എഴുതി കാണിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആന വേണം എന്നെഴുതി കാണിക്കാം, ആള് വേണം എന്നെഴുതി കാണിക്കാം. എനിക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിൽ എന്റെ അഭിപ്രായം എന്താണെന്ന് അങ്ങ് ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഈ പല നിലപാടും പല അഭിപ്രായമുള്ള ആളുകളെ വിളിച്ചിരുത്തുന്നത് ജനങ്ങൾ ഇത് കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ജനങ്ങൾ ഇത് നിങ്ങൾ എല്ലാവരും പറയുന്നത് കേൾക്കട്ടെ, സർക്കാർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഏകപക്ഷമായ അഭിപ്രായമുള്ള ആളുകളെ മാത്രം പിടിച്ചിരുത്തിയാൽ പോരെ? അല്ല, ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സജ്ജി നമ്പ്യാട്ട് എന്ന് പറയുന്ന മൃഗസ്നേഹി ചോദിച്ചത് അങ്ങനെയാണ്. അതായത് മാധുവിന്റെ ഭാഷയിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അല്ല, ഞാൻ പറയുന്നു കേരളത്തിലേക്ക് ആനകൾ വരണം. കാരണം കേരളത്തിലേക്ക് ആനകൾ വന്നതാണ്. ഇപ്പൊ എന്താ പറയുന്നത്? ആനകൾക്ക് ലോഡ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു സജ്ജി നമ്പ്യാട്ട് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ റെജി ലൂക്കോസ് പറഞ്ഞതുകൊണ്ടോ മറ്റൊരാൾ പറഞ്ഞുകൊണ്ടോ പെട്ടെന്ന് നിൽക്കാൻ പോകുന്നതല്ലല്ലോ. ഇതിന് വേണ്ടത് എന്താണ്? ഇതെല്ലാം വേണം. നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് വേലയും പൂരവും വെടിക്കെട്ടും. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വേണം. ഇത് അപകടം ഒഴിവാക്കിക്കൊണ്ട് ഇതിനെങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാം. എത്രയോ മറ്റു അപകടങ്ങൾ നടക്കുന്നു. അതെല്ലാം നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അപ്പം ഇവിടെ മാത്രം എന്തുകൊണ്ട്? അതായത് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു ഉത്സവ പറമ്പാണ്, അവിടെ നമുക്ക് അപകടം സംഭവിക്കാൻ പാടില്ല. അതിന് മുൻകരുതലുകൾ എന്തൊക്കെ വേണം? അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മോണിറ്ററിംഗ് കമ്മിറ്റികളുണ്ട്, മാധ്യമങ്ങളുണ്ട്. നിങ്ങളെല്ലാ ചാനലുകളും, നിങ്ങൾ പല ഉത്സവങ്ങളും നിങ്ങൾ കവർ ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടപ്പിലാവും. അപ്പം ആ രീതിയിൽ നടപ്പിലാകുന്നതിന് വേണ്ട കാര്യങ്ങളിലേക്ക് ഈ ചർച്ചകൾ പോകട്ടെ. ഒരു അപകടങ്ങളും തുടർന്ന് ഇല്ലാതാവട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അതായത് കേരളത്തിലേക്ക് ആന വേണം. ഞാനൊക്കെ ഒരു ഉത്സവ പ്രേമിയാണ്. അങ്ങനെ ആന ഉടമസ്ഥനായതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോടാനുകോടി ആനയെന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വന്ന ഒരാളൊന്നുമല്ല ഞങ്ങളൊന്നും. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഉത്സവങ്ങൾ നടക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. വീണ്ടും ആനകൾ കേരളത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ വരുന്ന ആനകൾ ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് ആനകൾക്ക് ജോലിഭാരം കൂടുതലാണ്. ആ ജോലിഭാരം എങ്ങനെ കുറയ്ക്കാൻ പറ്റും? മറ്റുള്ള ആനകൾ മറ്റു സംസ്ഥാനത്തു നിന്ന് വന്നാൽ ഈ ജോലിഭാരം കുറയും. പിന്നെ ആനയ്ക്ക് വേണ്ട സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ആനയെ നമ്മൾ മെരുക്കിയെടുക്കുന്നതിനെയാണ്. അത് തർക്കമില്ലല്ലോ അതിനകത്ത്. ആനയെ മെരുക്കിയെടുക്കുന്നത് തന്നെയാണ്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഈ ആന ചെറിയൊരു തെറ്റ് കാണിച്ചാൽ അതിന് ചെറിയൊരു കമ്പുകൊണ്ട് ചെറിയൊരു അടി കൊടുക്കുകയാണെങ്കിൽ ഉടനെ അടി വീഡിയോ എടുക്കുകയായി, പിന്നെ ഫേസ്ബുക്കിൽ കൂടെ വരെയായി, ഗ്രൂപ്പിൽ കൂടെ പടരുകയായി. അപ്പോൾ എന്ത് ചെയ്യും? ആന എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിക്കുന്ന ഒരു ആന, അത് പാപ്പാനും വളരെ വ്യക്തമായിട്ട് അറിയാം. ആന ഇന്ന കാര്യത്തിനാണ് ഈ അനുസരണക്കേട് കാണിക്കുന്നത്. അപ്പം നല്ല അറിവുള്ള പാപ്പാനാണെങ്കിൽ അതിന് ചെറിയൊരു അടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് പ്രശ്നമാണ്. അയാൾക്കെതിരെ കേസാണ്, ഉടനടി വലിയ വാർത്തകളായി. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പാടില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? കമ്പി കൊണ്ട് കുത്തുന്നതൊക്കെ ആണെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് 2012 നാട്ടാന പരിപാലനം അനുസരിച്ച് പറയുന്ന എന്ത് ശിക്ഷാ നടപടികളും എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളത്. അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയുടെ നിങ്ങൾ രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അത് രേഖപ്പെടുത്താം, പക്ഷെ അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല. പഠിച്ചിട്ട് വന്നിട്ട് സംസാരിക്കും. അപ്പൊ മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ ആനയെഴുന്നള്ളിപ്പ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ ആനയെഴുന്നള്ളിപ്പുകളും റദ്ദാക്കിയിട്ടുണ്ട്. ADMന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണിത്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി സാധാരണയായി നടക്കുന്ന കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമത്തിന് പ്രതിപ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. ശ്രീ സജി നമ്പ്യാട്ട്, അങ്ങ് നേരത്തെ ശ്രീ മഹേഷ് സംസാരിക്കുമ്പോൾ ഇടപെട്ട് അധിക സമയം സംസാരിച്ചു. അങ്ങയുടെ ഊഴമായതുകൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് വരുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം.
എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീ സജ്ജൻ തട്ടിപ്പോ സമയത്ത് അദ്ദേഹത്തിന്റെ സമയത്ത് പറയാലോ അല്ലേ? എതിരുമല്ല, പക്ഷെ ആന ഉടമ സംഘത്തിന്റെ ആൾക്കാരോട് ആന വേണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആന വേണമെന്നല്ലേ പറയത്തുള്ളൂ. പിന്നെ അദ്ദേഹം തന്നെ പരിസ്ഥിതി സ്നേഹം, ഞാൻ പരിസ്ഥിതിവാദിയാണ്, മൃഗസ്നേഹിയാണ്, മനുഷ്യ സ്നേഹിയാണ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ആന ഉടമസ്ഥനാകുന്നതിനേക്കാൾ മുമ്പ് ആന വേണമെന്ന് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഈ ആന മേഖലയിലേക്ക് വന്നത്. ആഹാരം തരുന്നത് താങ്കൾ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. മനുഷ്യൻ കൊല്ലപ്പെടാൻ പാടില്ല. ഹലോ അദ്ദേഹത്തോട് എനിക്കൊരു അഭിപ്രായ നിങ്ങളൊന്നും പ്രതികരിക്കുന്ന കണ്ടില്ലല്ലോ. ഇവിടെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. നിങ്ങൾ മതഗ്രന്ഥങ്ങളിലും ഒരു മതഗ്രന്ഥങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല. ഞാൻ പഠിച്ച ഒരു മതഗ്രന്ഥങ്ങളിലും അതൊക്കെ നിങ്ങളെ പോലുള്ളവർക്ക് ചേർന്നതാണ്. അതൊക്കെ നിങ്ങളെ പോലുള്ളവർക്ക് ഞാൻ അദ്ദേഹത്തെ എനിക്കറിയില്ല. ആനയെ സ്നേഹിക്കുന്ന ഒത്തിരി ഉടമസ്ഥരുണ്ട്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ മനുഷ്യൻ മരിക്കപ്പെടാൻ പാടില്ല. ബേസിക്കലി മനുഷ്യൻ മരിക്കപ്പെടാൻ പാടില്ല. എക്കോ ബാലൻസിങ് നിലനിൽക്കണം. ഇവിടെ പ്രാണവായു വേണം. ഭൂമിയിലെ ഓക്സിജന്റെ പകുതി നിൽക്കുന്ന ആമസോൺ കാടുകളാണ്. മൃഗസ്നേഹം എന്ന് പറയുന്ന മനുഷ്യ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. പ്രകൃതിയെ സ്നേഹിക്കുന്നു. വെള്ളം വേണം കുടിക്കാൻ, ഭക്ഷണം വേണം, നമുക്കെല്ലാവർക്കും പ്രാണവായു വേണം, മനുഷ്യൻ മരിക്കാൻ പാടില്ല സാർ. ഇവിടെ കാട് സംരക്ഷിക്കപ്പെടണം. കാട് കരഞ്ഞാൽ നാട് കരയും. മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും മുതിർന്ന ആളുകളാണ്, പ്രതികരിക്കുന്നവരാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം പരസ്പരം മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇതിൽ എല്ലാവർക്കും കൃത്യമായ വാദങ്ങളും അഭിപ്രായങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ചർച്ചയിലേക്ക് വിളിച്ചിരിക്കുന്നത്. വളരെ ബഹുമാനത്തോടെയാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഈ രീതിക്ക് വഴക്കുണ്ടാക്കിയിട്ടല്ല ഒരു ചർച്ചയിൽ മുന്നോട്ട് പോകേണ്ടത്. ഇത് എന്താണിത്? കഴിഞ്ഞ 10-15 മിനിറ്റായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് എന്താണെന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇതൊരു രാഷ്ട്രീയ വിഷയമാണെങ്കിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും. എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇത് എത്ര ദിവസം, അതായത് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചർച്ചയ്ക്കല്ലേ വന്നിരിക്കുന്നത്. ഞാൻ സംശയം ചോദിച്ചതേ ഉള്ളൂ അദ്ദേഹത്തോട്. ഒരു സംശയം ചോദിച്ചതാണ്. നമ്മുടെ പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹം നേരിട്ട് കാണാം. നമുക്ക് ശത്രുതയൊന്നുമില്ലല്ലോ. ജയചന്ദ്രൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആചാരമില്ല. അദ്ദേഹം പറയുന്നത് ഉണ്ടെന്ന്. അത് എവിടെയാണ് ചോദിച്ചെന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ശീലമുണ്ടായിരുന്നു അങ്ങനെ. നേരിട്ട് വരും. ഞാൻ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് തരാം. അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയോളൂ. ശരി, ഞാൻ ഇടപെടുകയാണ്. ആരെങ്കിലും എഴുതിയ ബുക്കല്ലല്ലോ നമുക്ക് വേണ്ടത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ റജീലു തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് എന്റെ കുറ്റമല്ല. അത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാത്തതിന്റെ കുറ്റാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ റജീലുക്കോസ്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഈ പറയുന്ന ആനകളുടെ എഴുന്നള്ളിപ്പ് ഒരാഴ്ചത്തേക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അനിവാര്യമായ ഇടങ്ങളിൽ ഇടപെടൽ എന്ന് പറയുന്നത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ പറയുന്ന സംഘടനകളെയെല്ലാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള സംഘടനകളെയെല്ലാം സമന്വയിപ്പിച്ച് ഒരിടത്തിരുത്തി ചർച്ച നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായും അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം എന്ന് പറയുന്നത് സർക്കാരാണ്. അത് കേസെടുക്കുക, നിയമ നടപടികൾ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വഴിക്ക് നടക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ഈ വിഷയത്തിലൊരു ചർച്ച വേണ്ടതുണ്ടല്ലോ, പ്രത്യേകിച്ചും ഉത്സവകാലമാണ്. മാധു, പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാം. കേരളത്തിലെ ഒരു സാധാ കൂലിപ്പണിക്കാരൻ ശരാശരി കിട്ടുന്ന കൂലി എത്രയാണ്? പരമാവധി 1000-1200 രൂപ. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂർ ബേസ്ഡുള്ള ആനയുടെ പേരെനിക്കറിയാം. അവർ ആനയുടെ ഏക്കം എന്ന് പറയുന്ന ആന ഭാഷ, അതായത് ഒരു ദിവസത്തെ കൂലി, എഴുന്നള്ളപ്പ് കൂലി 11.25 ലക്ഷം രൂപയാണ്. 11.25 ലക്ഷം. അപ്പൊ അതിന്റെ പിന്നിൽ എന്താ വർക്കൗട്ട് ചെയ്യുന്നത്? ഇതൊരു കച്ചവടമാണ്. ആ ജീവിയെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുരങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു പുലിയെയോ വീട്ടിൽ വളർത്താൻ പറ്റുമോ? നിങ്ങൾക്ക് കഷ്ടിച്ചൊരു പട്ടീനെയോ ഒരു പൂച്ചയോ നിങ്ങൾക്ക് വളർത്താം. പട്ടിയെ വളർത്തണമെങ്കിൽ പോലും അത് നിയമപരമായ നടപടിയുണ്ട്. മറ്റേതെങ്കിലും ജീവിയെ നിങ്ങൾക്ക് വീട്ടിൽ വളർത്താൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ ആനയെ വളർത്തുന്നത്? അതിന്റെ പിന്നിൽ കച്ചവടമാ. അതിന് കിട്ടുന്ന കൂലിയാണ് അതിന് കിട്ടുന്നത്. ആദ്യം സർക്കാർ ചെയ്യേണ്ടതൊന്നുമല്ല. സ്വകാര്യ മേഖലയിൽ ഈ ജീവിയെ വളർത്തുന്നത് നിരോധിക്കണം, അടിയന്തരമായിട്ട് നിരോധിക്കണം.
ഇനിയിപ്പോ കേരളത്തിലെ ഈ ആനകളെ എല്ലാം കാട് കയറ്റുക പറഞ്ഞാൽ അസാധ്യം. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനയാണ്, അങ്ങയുടെ പാർട്ടിയല്ലേ ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ അതൊന്നും അങ്ങനെ പറഞ്ഞ് നിർത്തിക്കൂടെ? സുഹൃത്ത്, നിങ്ങൾ ഉണ്ടായിരിക്കുക, നിങ്ങൾ പറയുന്നതല്ല ആനയാണ്, പ്രൈവറ്റ് വ്യക്തികളുടെ ആനയല്ലാതെ. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓർമ്മിപ്പിച്ചു തരേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ആ ജീവിയെ കുറിച്ച് പുല്ലും അറിയത്തില്ല. ഞാൻ ആ ജീവിയെ സർക്കാരല്ല ഈ കച്ചവടം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ളതല്ലേ, അവിടുത്തെ ആനയല്ലേ അത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആന എന്ന് പറയുന്ന ജീവി, ആ ജീവി വന്യമൃഗങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ ആന. അതിനെ സ്വകാര്യ വ്യക്തികൾക്ക് കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ആദ്യം തടയണം. ഞാൻ കെനിയയിലെ മൃഗസാങ്ച്വറിയില് ജംഗിൾ റൈഡ് നടത്തിയിട്ടുള്ള ആളാ. ഒത്തിരി മലയാളികളോടെ പോകുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുള്ള ടാൻസാനിയയിലും കെനിയയിലുമാണ്. ഒരാനയും അവിടെ സ്വകാര്യ മേഖലയിലില്ല. അത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു വനങ്ങളിലൂടെ. നമുക്ക് നേരിട്ട് കാണാം. സുരക്ഷയുടെ വാഹനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ കലാപരിപാടി ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, അതിനൊരു കാര്യം ചെയ്യാം, ഒരു പരിഹാരമുണ്ട്. പരിഹാരം നിങ്ങൾ ശ്രീലങ്കയിലെ ആനത്താവളം പോയി കാണണം. അവിടെ അറിയോ, തുറന്ന സ്ഥലത്ത് ആനയെ പരിശീലിക്കുക. അവർ വനം പോലെയാ. കേരളത്തിൽ ഈ ദേവസ്വങ്ങളുടെ കീഴിലുള്ളിടത്തൊക്കെ നിങ്ങൾ കൊടുക്കെ അവർ പിന്നെ അതിനെ പരിപാലിക്കും. സ്വകാര്യ വ്യക്തികൾ ആനയുടെ ഉടമസ്ഥരാകുന്നത് മൃഗീയമാണ്, മോശമാണ്, ആ ജീവികളുടെ ക്രൂരതയാണ്, കച്ചവട ലക്ഷ്യമാണ്. ഇവർക്ക് ഒരു താല്പര്യമില്ല. അത് ആദ്യം നിരോധിക്കണം. 11.5 ലക്ഷം രൂപ ഒരു ദിവസം ഏക്കർ കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവരതിനകത്ത് പിൻവലിയോ? അതാണ് പരിഷ്കരണ സമൂഹത്തിൽ ഇവർക്ക് എന്ത് അധികാരമുള്ളത്? ഞാനതാ നിങ്ങൾക്ക് ഒരു പാമ്പിനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു കുരങ്ങനെ വിളിച്ചു കൊടുത്താൽ പറ്റും, നിങ്ങൾ ജയിലിൽ പോകും. കാരണം അറിയോ, അതിന്റെ ആവാസം. പക്ഷെ ആനയെ വളർത്തിയാൽ ജയിലിൽ പോകില്ല, നിയമം അനുവദിച്ചിട്ടല്ലേ. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ്? ഇന്നലെ കൊയിലാണ്ടിയെ 3 പേരെ ആന കാരണം മരണപ്പെട്ടു. മനുഷ്യജീവനെ നിങ്ങൾക്ക് ഒരു ആനയെ സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ ചവിട്ടുകൊണ്ടാണ് മരിച്ച അയാൾ ആയുഷ്കാലം ജയിലില്ല. ആ മൃഗത്തെ കുറ്റപ്പെടുത്തിട്ട് കാര്യമാണോ? ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ട കാര്യം പറയാം. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ചിത്രീകരണമായിട്ട്. ആനയുടെ മെയിറ്റിംഗ് എടുക്കാൻ ഞങ്ങൾ പച്ചക്കാരത്ത് പതിവായി ആന ഇണചേർന്നെടുത്ത് ഫോറസ്റ്റിന് അനുമതി പോയി. ഒരു ഏറുമാടത്തിൽ നിങ്ങൾ 3 ദിവസം ഉണ്ടാ. ഇന്ന് പ്രണയ ദിവസം നിങ്ങൾ കേൾക്കണം. ആനയുടെ പ്രണയവും ആന മെയിറ്റ് ചെയ്യുന്നതും മണിക്കൂറുകളോട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ ജീവിയുടെ സ്നേഹവും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലൊരു ആനയുടെ എല്ലാ ജന്മാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് കൊമ്പിന്റെയും അതിന്റെ തിടമ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ സകല ലക്ഷണങ്ങളിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ അതിന്റെ അവകാശങ്ങളെയാണ് ബലികെടുക്കുന്നത്. നിങ്ങൾ ഒരു മനുഷ്യനെ ഭക്ഷണം തരാം, ഈ ജീവിതത്തിൽ മുഴുവനും അതല്ലാണ്ട് ജീവിക്കാൻ പറയുന്നത് സമ്മതിക്കും? മനുഷ്യഭാഷയിലെങ്ങനെയല്ലേ ആ അവകാശം ജീവിക്കുന്ന അനുഭവം കൊണ്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ ചർച്ച നടക്കുമ്പോഴത്തേക്കും വന്നിട്ട് ഞങ്ങൾക്ക് പുരാണങ്ങളിലില്ല, അതുകൊണ്ട് എങ്ങുമില്ല. സുഹൃത്തെ, ഒരുപാട് അനുഭവങ്ങൾ പറയാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പള്ളി പെരുന്നാളുകൾ വ്യാപകമായിട്ട് അടുത്ത കാലത്ത് ഈ ആന എഴുന്നള്ളിക്കുന്നുണ്ട്. ആന എന്ന് പറയുന്ന മനുഷ്യരെ ആസ്വദിക്കുന്ന പേരിൽ ശക്തമ്പുരാന്റെ കാലത്ത് മുതലേ ആന എഴുന്നള്ളിപ്പ് ഉണ്ട് കുന്നംകുളം ഭാഗത്ത്. നിങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ സുഹൃത്തെ ഈ സുഹൃത്തെ എന്നൊക്കെ പറയുന്നതാണ്. കച്ചവടത്തിന് വേണ്ടിയിട്ടാ, ലക്ഷങ്ങൾ തട്ടാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് എന്ത് അവകാശം? ഗുരുവായൂർ ദേവസ്വം അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം ആരുടെ കീഴിലാണെന്ന് അറിയില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനയ്ക്കാണ് ഈ പറഞ്ഞ പൈസ കിട്ടിയത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതാ പറയുന്നത്. നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കൂ. അതായത് എല്ലാം നിങ്ങൾ ഒരു വ്യക്തമായിട്ടുള്ള അജണ്ട ആയിട്ട് വരല്ലേ? ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. ഇതിപ്പോ ശ്രീ മഹേഷ് പറഞ്ഞൊരു കാര്യമാണിത്. ഈ പറയുന്ന 2 ആനകൾ, പീതാംബരനും ഗോകുലെന്നും പേരുള്ള 2 ആനകൾ, രണ്ടും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ്. അപ്പൊ സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ. അങ്ങനെ വേണ്ടെങ്കിൽ സർക്കാരിന് വേണ്ട, പണം വാങ്ങിയത് സർക്കാരല്ലേ എന്നാണ് ആനയുടമ സംഘം ചോദിക്കുന്നത്. ഇതിൽ നമ്മുടെ നാടാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട, ആചാരവുമായി ബന്ധപ്പെട്ട്, നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു തുലാസിലിട്ട് തൂക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കില്ല എന്നുള്ളതിന് നമുക്ക് പലതരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പരമോന്നത കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഒരു നിയമപരമായ പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതിനിടയിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നത് സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഉത്സവകാലമാണ്, അതികഠിനമായ ചൂടുള്ള കാലമാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നിയമത്തിന്റെ തന്നെ താഴെ നിന്നുകൊണ്ട് ഇത് ഉത്സവങ്ങളുടെ ഭാഗമായ, ആചാരങ്ങളുടെ ഭാഗമായൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടമാണ് എന്നു കരുതി മനുഷ്യന് സാധ്യമായ ജാഗ്രതയെങ്കിലും പാലിച്ചു മുന്നോട്ട് പോവുക. വളരെയധികം നന്ദി.